ഗർഭമലസലിന്റെ കാരണങ്ങളും ആയുർവേദ ചികിത്സയും. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുന്നു. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ 20 ആഴ്ചയ്ക്കുള്ളിൽ ഗർഭം നഷ്ടപ്പെടുന്നതിനെയാണ് ഗർഭമലസൽ എന്ന് ലോകത്ത് ആകമാനം ഉണ്ടാകുന്ന ഗർഭാവസ്ഥയിൽ 20% ഇത്തരത്തിൽ നഷ്ടപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് സ്ത്രീകളിൽ ശാരീരികമായി മാത്രമല്ല മാനസികമായും വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. ഇന്നത്തെ ജീവിതശൈലിയുടെ ഭാഗമായി കാണുന്ന വ്യായാമക്കുറവും മാനസിക സമ്മർദ്ദവും സ്ത്രീകളുടെ ആരോഗ്യത്തെ പൊതുവിലും സ്ത്രീ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥയെ വിശേഷിച്ചും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇതും ഈ ഗർഭമലസലിന്റെ തോത് വർദ്ധിക്കുന്നതിന് ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. ഗർഭമലസലിൽ സാമാന്യമായി കാണുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാം. വേദനയോടു കൂടിയോ വേദനയില്ലാതെയോ ഉള്ള രക്തസ്രാവമാണ് പ്രധാനമായും കാണുന്ന ലക്ഷണം. ഇതിൽ തന്നെ ത്രട്ടൻഡ് അബോർഷൻ എന്നുള്ള ഘട്ടമാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ട പരിചരണവും വിശ്രമവും ഔഷധവും നൽകുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശു നഷ്ടപ്പെടാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ഘട്ടമായ ഇന്നെവിറ്റബിൾ അബോർഷൻ, കംപ്ലീറ്റ് അബോർഷൻ എന്നീ അവസ്ഥകളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് ഗർഭസ്ഥ ശിശുവിനെ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമാണ് അത്. അടുത്തതായി കറുത്ത നിറത്തിലുള്ള രക്തസ്രാവം, അടിവയർ വേദന തുടങ്ങിയ ലക്ഷണങ്ങളോട് കാണുന്ന മിസ്ഡ് അബോർഷൻ എന്നിവയാണ് ഇതിൽ സാമാന്യമായി കാണുന്ന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം ഒരു വിദഗ്ധ ഡോക്ടറിൻ്റെ സേവനം സ്വീകരിക്കുകയും ശരിയായ രക്തപരിശോധനകളും അൾട്രാസൗണ്ട് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ചെയ്ത് ശരിയായ രോഗനിർണയം ചെയ്ത ശേഷം അവസ്ഥയ്ക്കനുസരിച്ചുള്ള ചികിത്സ നൽകുകയാണ് ചെയ്യേണ്ടത്. ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന് ഗർഭസ്രാവം എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. ഗർഭസ്രാവത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ശരീരത്തിൽ രക്തക്കുറവ്, ക്ഷീണം, ശരീരവേദന, അണുബാധ എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവയെ പരിഗണിച്ചുകൊണ്ടാണ് ഗർഭസ്രാവത്തോട് അനുബന്ധിച്ചുള്ള ചികിത്സ നൽകേണ്ടത്. ഗർഭാവസ്ഥയുടെ ദൈർഘ്യമനുസരിച്ച് ഇതിൽ വ്യതിയാനവും വരുത്തേണ്ടതുണ്ട്. വിശപ്പും ദഹനവും ക്രമീകരിക്കുവാനും രക്തക്കുറവ് പരിഹരിക്കുവാനും അനുയോജ്യമായ ധന്വന്തരം കഷായം, ദശമൂല കടുത്രയം കഷായം എന്നിവയും പഞ്ചകോല ചൂർണം, അഭയാരിഷ്ടം എന്നിവയും അവസ്ഥാനുസരണം വൈദ്യനിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതാണ്. ഗർഭാശയത്തിൻ്റെ ആരോഗ്യം പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ ആർത്തവചക്രം ക്രമമായി വരുന്നതിനും പ്രയോജനകരമായ സുകുമാര രസായനം തുടങ്ങിയ ലേഹ്യയോഗങ്ങൾ ഇതോടൊപ്പം നൽകുന്നത് ഉചിതമായിരിക്കും. ഗർഭസ്രാവത്തോടനുബന്ധിച്ച് ചില സ്ത്രീകളിൽ അമിതമായ വെള്ളപ്പോക്കും അതോടനുബന്ധിച്ച് അടിവയർ വേദനയും കണ്ടുവരാറുണ്ട്. ഇത് പലപ്പോഴും അണുബാധയുടെ ലക്ഷണമാകാം. ഇത്തരം ലക്ഷണം കണ്ടാൽ അത് ശരിയായ പരിശോധനയിലൂടെ രോഗനിർണയം നടത്തിയ ശേഷം അണുബാധ അകറ്റാൻ ഉപകരിക്കുന്ന ത്രിഫല ഗുഗുലു ഗുളിക, ഗുൽഗുലു തിക്തകം കഷായം എന്നിവയും അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കാം. വൈദ്യനിർദ്ദേശപ്രകാരം ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള സ്ഥാനിക ചികിത്സകൾ ഈ അവസ്ഥയിൽ നൽകുന്നത് ഉത്തമമാണ്. സാധാരണയായി സ്വാഭാവികമായ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ശരിയായ പരിശോധനകളിലൂടെ കണ്ടെത്തേണ്ടതുണ്ട്. ഇത് വീണ്ടും ഗർഭസ്രാവം ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ സഹായകമാകും. തൈറോയിഡ്, പ്രൊജസ്ട്രോൺ തുടങ്ങിയ ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ, ടോർച്ച് മുതലായ ഇൻഫെക്ഷൻ, ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ, ഗർഭപാത്രത്തിനുള്ള തകരാറുകൾ, ജനിതക തകരാറുകൾ, പുരുഷ ബീജത്തിലെ തകരാറുകൾ ഇവയെല്ലാം ഗർഭസ്രാവം ഉണ്ടാകാനുള്ള സാമാന്യമായ ചില കാരണങ്ങളാണ്. രക്തപരിശോധനകളിലൂടെയും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും ശരിയായ കാരണങ്ങളെ കണ്ടെത്താവുന്നതാണ്. ഗർഭസ്രാവം ഉണ്ടാകുമ്പോൾ വേണ്ട ചികിത്സകൾ അതിനെ തുടർന്ന് പരിശോധനകളിലൂടെ ശരിയായ കാരണങ്ങളെ കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം വ്യക്തികളിൽ അടുത്ത ഒരു ഗർഭധാരണത്തിന് മുൻപ് ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഗർഭപൂർവ്വ പരിചര്യ, അതായത് പ്രീ കൺസെപ്ഷണൽ കെയർ എടുക്കുന്നത് ഉചിതമായിരിക്കും. ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുക എന്നതാണ് ഇതിൽ ആദ്യമായി ചെയ്യേണ്ടത്. ഇതിനായി സുകുമാര കഷായം, അശോക അരിഷ്ടം, കുമാരിയാസവം എന്നീ ഔഷധങ്ങൾ അവസ്ഥയ്ക്കനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. സ്നേഹപാനം എന്നതാണ് അടുത്ത ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രയോജനപ്രദമായ ഒന്ന്. ഔഷധയുക്തമായ നെയ്യുടെ ശാസ്ത്രീയ ഉപയോഗം ശരീരത്തിൽ ഉണ്ടാകാവുന്ന പലതരത്തിലുള്ള ഹോർമോൺ വ്യതിയാനങ്ങളെ പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമായ ഒന്നാണ്. ഇതിനെയാണ് നമ്മൾ സ്നേഹപാനം എന്ന് പറയുന്നത്.
ഈ ചികിത്സയ്ക്ക് ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടക്കാൻ കഴിയുന്നതിനാൽ ഔഷധയുക്തമായ നെയ്യുടെ ഉപയോഗം ഹോർമോൺ തകരാറുകളെ ക്രമീകരിക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമാണെന്ന് ധാരാളം പഠനങ്ങൾ തെളിയിക്കുന്നു. അടുത്തതായി നാം ശോധന ചികിത്സകളിലേക്കാണ് പോകുന്നത്. ശരീരത്തിലുള്ള പലതരം ടോക്സിൻസ് പുറന്തള്ളാൻ ഉപകരിക്കുന്ന വിവിധതരം ശോധന ചികിത്സകൾ ശരീരത്തിന് പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യാൻ സഹായകമാണ്. പഞ്ചകർമ്മ ചികിത്സകൾ എന്ന് പൊതുവിൽ അറിയപ്പെടുന്ന ഈ ചികിത്സകൾ ശരീരത്തിൽ അണ്ഡോൽപാദനവും ഗർഭാശയത്തിന് പൂർണ്ണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പുരുഷ ബീജത്തിൻ്റെ തകരാറുകൾ പലപ്പോഴും ഗർഭസ്രാവത്തിന് കാരണമാകാറുണ്ട്. ഇത് കൃത്യമായി സെമൻ അനാലിസിസ് പരിശോധനകളിലൂടെയും ആവശ്യമായി വന്നാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും നിർണയിച്ച ശേഷം ഔഷധയുക്തമായ നെയ്യ്, ശരിയായ ശോധന ചികിത്സ, ശുക്ലകരമായ ഔഷധങ്ങൾ എന്നിവയിലൂടെ ചികിത്സിച്ച് പൂർണ്ണമായും ഭേദമാക്കാവുന്നതാണ്. സ്ത്രീ പുരുഷ ബീജങ്ങളുടെ ആരോഗ്യവും ആർത്തവ ചക്രവും ഇപ്രകാരം ക്രമപ്പെടുത്തിയ ശേഷം അമിതമായ വെള്ളപ്പോക്ക്, അണുബാധ എന്നിവ ഉള്ള സ്ത്രീകൾക്ക് ക്ഷാളനം, പിജു, പൂരണം, ഉത്തരവസ്തി എന്നീ സ്ഥാനിക ചികിത്സകൾ നൽകുന്നത് ഉചിതമായിരിക്കും. ഇതോടൊപ്പം ശതാവരി, പേരാൽമുട്ട് എന്നീ ഗർഭസ്ഥാപന ഔഷധങ്ങൾ ശരിയായ രീതിയിൽ കഴിക്കുന്നത് ഗർഭം അലസുന്നതിനെ തടുക്കാൻ സഹായകമാണ്. ഗർഭധാരണത്തിന് ഒരുങ്ങുന്ന സ്ത്രീകളിൽ ആഹാരത്തിൽ ശരിയായ അളവിൽ പോഷകാംശങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. വൈറ്റമിനുകളും പ്രോട്ടീനും അതിൻ്റെ സ്രോതസ്സുകളായ എള്ള്, ഉഴുന്ന് എന്നിവ സ്ത്രീകൾ ആഹാരത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം എന്ന് ആയുർവേദ ശാസ്ത്രം അനുശാസിക്കുന്നു. പുരുഷന്മാർ പാല്, നെയ്യ് എന്നിവയുടെ ഉപയോഗം ആഹാരത്തിൽ വർദ്ധിപ്പിക്കണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗർഭസ്രാവം എന്നത് സ്ത്രീകൾക്ക് ശാരീരികമായും മാനസികമായും വളരെയേറെ പിന്തുണ ആവശ്യമായ ഒരു ഘട്ടമാണ്. ശരിയായ ചികിത്സ, ചിട്ടയായ ഭക്ഷണക്രമം, ഭർത്താവിൻ്റെയും മറ്റു ബന്ധുക്കളുടെയും മാനസികമായ പിന്തുണ എന്നിവ ക്ലേശകരമായ ഈ ഘട്ടത്തെ മറികടക്കാനും ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഉണ്ടാകാതിരിക്കാനും സഹായകമാകും. ഗർഭമലസലിന്റെ കാരണങ്ങളും ആയുർവേദ ചികിത്സയും തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനില എം സംസാരിക്കുകയായിരുന്നു ഇതുവരെ. കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ. ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക. ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കിൻ തൊണ്ട്, കമുകൻ പാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക. സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്. കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക. തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക. പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.